കാട്ടാനയ്ക്കും കടുവയ്ക്കും പിന്നാലെ പീരുമേട്ടിൽ കരടിയുടെ സാന്നിധ്യവും. പീരുമേട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ അനീഷാണ് കരടിയെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കടുവയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ പീരുമേട് ടൗണിൽ നിന്നും ഓട്ടോറിക്ഷയിൽ പ്ലാക്കത്തടത്തെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് തോട്ടാപ്പുര വാച്ച് ടവർ ഭാഗത്ത് വെച്ച് അനീഷ് കരടിയെ കണ്ടത്. ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടതോടെ കരടി പീരുമേട് പ്ലാക്കത്തടം റോഡിലൂടെ കുറച്ച് മുമ്പിലേക്ക് ഓടിയ ശേഷം സമീപത്തെ കാട്ടിലേക്ക് കയറി. ഇങ്ങോട്ട് വന്നപ്പം വീട്ടോട്ട് പോകുന്ന വഴിയാണ്. അപ്പം പെട്ടെന്ന് വാച്ച് ടവറിനോട് വെച്ചിട്ട് കരടിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടുകയാണ് ചെയ്ത്. അതിനകത്ത് റോഡ് തന്നെ എൻ്റെ മുന്നേ കരടി കൂടി പോയിക്കൊണ്ടിരിക്കുക. ഓടിയല്ല പതിയെ പോവുകയാണ്. ഇനിയിപ്പം നമുക്ക് രാത്രി പോലും രാത്രി പോലെ പോരാൻ പറ്റാത്ത അവസ്ഥയാണ് സാഹചര്യത്തിലുള്ളത്. അപ്പം കൊച്ചുകുട്ടികൾ സ്കൂളിൽ നടന്നു പോകുന്ന സമയമുണ്ട്. ഇപ്പം കടുവയെ കഴിഞ്ഞ ദിവസം വെച്ച് ഒരാൾ കണ്ടു. നമ്മുടെ പിന്നോട്ട് താമസിക്കുന്ന സാറ് കണ്ടു. ആന എല്ലാ ദിവസവും ഉണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 7 മണിയോടെ ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. പീരുമേട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് പ്ലാക്കത്തടം. ഇവിടെയും ചെണ്ടുവയലിലുമായി നിരവധി പേർ താമസിക്കുന്നു. വാഹന സൗകര്യമില്ലാത്തതിനാൽ സ്കൂൾ കുട്ടികളടക്കമുള്ളവർ കാൽനടയായാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുറച്ചു നാളുകളായി ഈ മേഖലയിലും പീരുമേട് ടൗണിന് സമീപമുള്ള ജനവാസ മേഖലയിലും കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. അമൃത ന്യൂസ്, ഇടുക്കി.